നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. വർഗീയത ജനാധിപത്യത്തിന്റെ തോളിലേറി ഘോഷയാത്ര നടത്തുമ്പോൾ ഭരണഘടന വിഭാവനം ചെയ്യുന്ന സ്നേഹത്തെയും സഹോദര്യത്തെയും എങ്ങനെ കണ്ടെടുക്കാൻ കഴിയുമെന്ന് ചിന്തിക്കണമെന്ന് മന്ത്രി പി പ്രസാദ് അഭിപ്രായപ്പെട്ടു. 76ാമത് റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടിയിൽ അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും സംരക്ഷണവും വിദ്യാഭ്യാസ പ്രോത്സാഹനവും ലക്ഷ്യമാക്കി രാജ്യത്ത് നടപ്പാക്കുന്ന ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിയുടെ 10ാം വാർഷികാഘോഷം സമുചിതമായി ആഘോഷിച്ചു. ആലപ്പുഴ കൈതവന ജയ്ഹിന്ദ് ലൈബ്രറി സംഘടിപ്പിച്ച MT അനുസ്മരണവും HSLM MLAയുടെ പ്രത്യേക വികസന ഫണ്ടിൽ അനുവദിച്ച LCD പ്രൊജക്ടറിന്റെ സ്വിച്ച് ഓൺ കർമ്മ ചടങ്ങും നടത്തി. പുന്നപ്രയുടെ മിന്നും താരങ്ങളെ വാർത്തെടുക്കാനായി സിവിൽ സർവീസ് പരിശീലന പരിപാടിക്ക് തുടക്കമായി. അമ്പലപ്പുഴ MLA HSLM പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വിജ്ഞാന കേരളം തൊഴിൽ മേളയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ മെഗാ ജോബ് എക്സ്പോ ഫെബ്രുവരി 15 ആലപ്പുഴയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നടത്തിയ ചരിത്ര പ്രസിദ്ധമായ 12 കളഭ മഹോത്സവത്തിന് സമാപനമായി. അമ്പലപ്പുഴ MLA HSLM സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. വർഗീയത ജനാധിപത്യത്തിന്റെ തോളിലേറി ഘോഷയാത്ര നടത്തുമ്പോൾ ഭരണഘടന വിഭാവനം ചെയ്യുന്ന സ്നേഹത്തെയും സഹോദര്യത്തെയും എങ്ങനെ കണ്ടെടുക്കാൻ കഴിയുമെന്ന് ചിന്തിക്കണമെന്ന് മന്ത്രി പി പ്രസാദ് അഭിപ്രായപ്പെട്ടു. 76ാമത് റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടിയിൽ അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വർഗീയത ജനാധിപത്യത്തിന്റെ തോളിലേറി ഘോഷയാത്രകൾ നടത്തുമ്പോൾ ഭരണഘടന വിഭാവനം ചെയ്യുന്ന സ്നേഹത്തെ സഹോദര്യത്തെ എങ്ങനെ കണ്ടെടുക്കാൻ കഴിയുമെന്ന് ചിന്തിക്കണമെന്ന് കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് അഭിപ്രായപ്പെട്ടു. ആലപ്പുഴ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ ജില്ലാ ഭരണകൂടത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച 76ാമത് റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടിയിൽ അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നമുക്കായി ഒരു ഭരണഘടന ഉണ്ടാക്കപ്പെടുകയും ആ ഭരണഘടനയുടെ ബലത്തിൽ ഇന്ത്യ മുന്നേറുകയും ചെയ്തു എന്നത് ഓരോ ഭാരതീയന്റെയും ഉള്ളിൽ അഭിമാനത്തിന്റെ തിരിയിളക്കങ്ങൾ സമ്മാനിക്കുന്ന ഉജ്ജ്വലമായ ചരിത്രം തന്നെയാണ്. നമ്മുടെ നാട് രൂപപ്പെടുത്തിയെടുത്ത ഭരണഘടന ഈ നാടിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള പുരോഗതിയെയും വികസനത്തെയും തന്നെയായിരുന്നു ലക്ഷ്യം വെച്ചത്. ആ വഴികളിലൂടെയാണ് ഇന്ത്യ മുന്നോട്ടേക്ക് കുതിക്കണം എന്ന് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ധാരകളിലൂടെ ഉയർന്നു പൊന്തി വന്ന ഒരു ജനത അവരുടെ ഉള്ളിൽ ചേർത്ത് വെച്ച ആഗ്രഹങ്ങളെല്ലാം ഉണ്ടായിരുന്നത്. 2 വർഷവും 11 മാസവും 18 ദിവസവും എടുത്ത് നാം ഒരു ഭരണഘടനയെ സൃഷ്ടിച്ചെടുത്തു. ആ ഭരണഘടന ഒരു പരമാധികാര റിപ്പബ്ലിക്കായി നമ്മളെ മാറ്റിത്തീർത്തു. അതേവരെ ഉണ്ടായിരുന്ന ഡൊമീനിയൻ പദവി ബ്രിട്ടീഷ് കോമൺവെൽത്തിലെ സ്വതന്ത്രമായ പരമാധികാരമല്ലാത്ത മറ്റു ചില അവകാശങ്ങൾ മാത്രമുള്ള ഒരു ഡൊമീനിയൻ പദവിയിൽ നിന്നും ഇന്ത്യ റിപ്പബ്ലിക്കായി മാറി. 1935 ഇന്ത്യ ആക്ട്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിന് പകരമായി ഒരു രാജ്യത്തിൻ്റെ ഭരണഘടനയെ സൃഷ്ടിച്ചെടുത്തു. ഇങ്ങനെ പറയാൻ ഒരുപാട് അഭിമാന മുഹൂർത്തമുണ്ട് ഇതുമായി ചേർത്ത് വെച്ച്. നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ അഭിമാനത്തിന് ഏറ്റവും പ്രമുഖമായ പതാകയെ ആകാശത്തെ ചുംബിക്കാനുള്ള ആഗ്രഹത്തോടു കൂടി ഉയർത്തുമ്പോൾ നമ്മിലെല്ലാം ഉയർന്നു പൊന്തുന്നത് ഇന്നലകളിൽ ഈ നാട് ഇതിനായി പ്രയത്നിച്ച പോരാട്ടങ്ങളുടെ ചരിത്രം തന്നെയായിരിക്കേണ്ടതുണ്ട്. ഭരണഘടനയുടെ പതിപ്പുമായാണ് മന്ത്രി റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് എത്തിയത്. സ്നേഹം അപ്രത്യക്ഷമായാൽ പിന്നെ രാജ്യം ഭീതിയുടെ റിപ്പബ്ലിക്കായി മാറും. അത്തരത്തിൽ ഭീതിയുടെയും അന്യായത്തിന്റെയും അസമത്വത്തിന്റെയും റിപ്പബ്ലിക്കായി നമ്മുടെ രാജ്യം മാറരുത്. വെറുപ്പും ഭയവും മാത്രമുള്ള ഒരു റിപ്പബ്ലിക്കല്ല നമ്മളും ഭരണഘടനയും വിഭാവനം ചെയ്തത്. മഹത്തായ മനുഷ്യ സ്നേഹത്തിന്റെ മഹാസാഗരത്തെയാണ് ഇന്ത്യയും അതിന്റെ ഭരണഘടനയും ഉയർത്തിപ്പിടിക്കുന്നത്. ഭരണഘടനയെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് നമുക്കിത് പറയാനാകണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. നേരത്തെ മുഖ്യാതിഥിയായ മന്ത്രി പി പ്രസാദിനെ ജില്ലാ കളക്ടർ അലക്സ് വർഗീസും ജില്ലാ പോലീസ് മേധാവി MP മോഹനചന്ദ്രൻ ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് മന്ത്രി പി പ്രസാദ് ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. ശേഷം പരേഡ് പരിശോധിച്ചു. കുത്തിയതോട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടറും പരേഡ് കമാൻഡറുമായ M അജയ് മോഹന്റെ നേതൃത്വത്തിൽ ബാൻഡ് ഉൾപ്പെടെ 18 പ്ലാറ്റൂണുകളാണ് പരേഡിൽ അണിചേർന്നത്. PP ചിത്തരഞ്ജൻ MLA, നഗരസഭാ അധ്യക്ഷ KK ജയമ്മ, മുൻ MLA AA ഷുക്കൂർ, നഗരസഭ മുൻ ചെയർപേഴ്സൺ സൗമ്യരാജ്, നഗരസഭാംഗങ്ങളായ MR പ്രേം, അഡ്വക്കേറ്റ് റിഗോ രാജു, AS കവിത, ഹെലൻ ഫെർണാണ്ടസ്, പ്രഭാ ശശികുമാർ, ADM ആശാസി എബ്രഹാം, വിവിധ രാഷ്ട്രീയ സാമൂഹിക നേതാക്കൾ, ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു.
സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും സംരക്ഷണവും വിദ്യാഭ്യാസ പ്രോത്സാഹനവും ലക്ഷ്യമാക്കി രാജ്യത്ത് നടപ്പാക്കുന്ന ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിയുടെ 10ാം വാർഷികാഘോഷം സമുചിതമായി ആഘോഷിച്ചു. ബ്രാൻഡ് അംബാസിഡേഴ്സായ ഫരീദ ഫിറോസിനും ഫാദിയ ഫിറോസിനും വൃക്ഷത്തൈ നൽകി സീനിയർ സിവിൽ ജഡ്ജ് പ്രമോദ് മുരളി ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും സംരക്ഷണവും വിദ്യാഭ്യാസ പ്രോത്സാഹനവും ലക്ഷ്യമാക്കി രാജ്യത്ത് നടപ്പാക്കുന്ന ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിയുടെ 10ാം വാർഷികാഘോഷം സമുചിതമായി ആഘോഷിച്ചു. ജില്ലാ വനിതാ ശിശു വികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ അമ്പലപ്പുഴ കെ കുഞ്ചുപിള്ള മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ ജില്ലാ അംബാസിഡേഴ്സായ കുമാരി ഫരീദ ഫിറോസിനും ഫാദിയ ഫിറോസിനും വൃക്ഷത്തൈകൾ കൈമാറി സീനിയർ സിവിൽ ജഡ്ജും ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയുമായ പ്രമോദ് മുരളി ഉദ്ഘാടനം ചെയ്തു. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്നുള്ള ഈ ഒരു സ്കീം 2015 നമ്മുടെ കേന്ദ്ര സർക്കാർ തുടങ്ങിയതാണ്. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇത് അത്രമാത്രം പ്രസക്തമല്ലെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിൽ ആ ഒരു പെൺകുട്ടികളുടെ എണ്ണത്തിൽ ആനുപാതികമായിട്ടുള്ള കുട്ടികളെ മറ്റ് ആൺകുട്ടികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറവ് വന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു സ്കീം നമ്മുടെ കേന്ദ്ര സർക്കാർ തുടങ്ങുന്നത്. അപ്പൊ അതിനെ സംബന്ധിക്കുന്ന ബ്രാൻഡ് അംബാസിഡർമാർ പലരുമുണ്ട്. നേരത്തെ ഇപ്പോൾ നമ്മുടെ ഡോക്ടർ നമ്മുടെ പല സെലിബ്രിറ്റീസിനെയും കാണിച്ചു നിങ്ങളെ. നമ്മൾ ഇപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർ VS ഷിംന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ICDS സെൽ പ്രോഗ്രാം ഓഫീസ് സീനിയർ സൂപ്രണ്ട് S ഹാരിസ്, സ്കൂൾ ഹെഡ് മിസ്ട്രസ് ഹേമലത, PTA പ്രസിഡന്റ് സതീഷ് ലാൽ എന്നിവർ സംസാരിച്ചു. ജില്ലാ വനിതാ സംരക്ഷണ ഓഫീസർ R സൗമ്യ ചടങ്ങിന് സ്വാഗതവും DHEW ജില്ലാ കോർഡിനേറ്റർ സിജോയ് തോമസ് നന്ദിയും പറഞ്ഞു. ഉദ്ഘാടന യോഗത്തെ തുടർന്ന് മെൻസ്ട്രൽ ഹൈജീൻ എന്ന വിഷയത്തെ അധികരിച്ച് ഗവൺമെന്റ് TD മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ G രമ്യ ക്ലാസ് നയിച്ചു. ക്ലാസിനെ തുടർന്ന് സിഗ്നേച്ചർ ക്യാമ്പയിനും സ്കൂളിലെ കുട്ടികളുടെ നേതൃത്വത്തിൽ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും വേദിയിൽ അരങ്ങേറി. ആലപ്പുഴ കൈതവന ജയ്ഹിന്ദ് ലൈബ്രറി സംഘടിപ്പിച്ച MT അനുസ്മരണവും HSLM MLAയുടെ പ്രത്യേക വികസന ഫണ്ടിൽ അനുവദിച്ച LCD പ്രൊജക്ടറിന്റെ സ്വിച്ച് ഓൺ കർമ്മ ചടങ്ങും നടത്തി. ആലപ്പുഴ കൈതവന ജയ്ഹിന്ദ് ലൈബ്രറി സംഘടിപ്പിച്ച MT അനുസ്മരണവും HSLM MLAയുടെ പ്രത്യേക വികസന ഫണ്ടിൽ അനുവദിച്ച LCD പ്രൊജക്ടറിന്റെ സ്വിച്ച് ഓൺ കർമ്മവും നടത്തി. HSLM MLA ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പൊതുവെ പ്രധാനപ്പെട്ട എല്ലാ കർമ്മശാലകളും നിശ്ചയിച്ച് സംഗതി എത്തുമ്പോഴാണ് മിക്കവാറും ആളുകൾ അറിഞ്ഞതെന്നുള്ള യാഥാർത്ഥ്യമാണ്. ഞാൻ MLA ആയിട്ട് വന്നതിന് ശേഷമുള്ള എൻ്റെ പ്രവർത്തനത്തിലെ ഒരു പ്രധാന മേഖല ആയി കണക്കാക്കിയത് വിദ്യാഭ്യാസ മേഖലയിൽ ഗ്രന്ഥശാല ഉൾപ്പെടെ ചേർത്തിട്ടാണ്. അതുപോലെ അംഗനവാടി ഉൾപ്പെടെയുള്ള മേഖലയിലാണ്. ഒരു ചെറിയ അംഗനവാടി മുതൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഒരു കാഴ്ചപ്പാട് നമുക്കെല്ലാം പൊതുവെ ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്. ഇവിടെ പറഞ്ഞ പോലെ നമുക്കൊരു നാട്ടിലെ ആളുകളുടെ വികസന സങ്കല്പം അല്ലെങ്കിൽ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് പലപ്പോഴും റോഡ് വേണം, അല്ലെ പാലം വേണം, അങ്ങനെയുള്ള കാര്യം മാത്രമാണ്. എനിക്ക് കിട്ടുന്ന അപേക്ഷകൾ നോക്കിയാൽ ഇങ്ങനെയുള്ള അപേക്ഷ കിട്ടാറുള്ളൂ. അല്ലാതെ അതിനപ്പുറമായൊരു കാഴ്ചപ്പാട് വെച്ചുള്ള അപേക്ഷകൾ പൊതുവെ എനിക്ക് മാത്രമല്ല ഇവർക്കൊക്കെ എങ്ങനെയായിരിക്കും. കൗൺസിലേഴ്സ് എല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. റോഡ് തരാനും കല്ല് കെട്ടി തരാനും അല്ലെങ്കിൽ കലിക്ക് പണി തരാനും പാലം പണി തരാനൊക്കെ വേണ്ടിയിട്ടുള്ള കാര്യം അതൊക്കെ വേണം. ഗ്രന്ഥശാല ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പ്രസിഡന്റ് B ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗം KK സുലൈമാൻ, കൗൺസിലർമാരായ പ്രജിത കണ്ണൻ, മനീഷ, സജേഷ് ചാക്കുപറമ്പൻ, പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ കമ്മിറ്റി അംഗം ജയൻ തോമസ്, SD കോളേജ് സംസ്കൃത വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ K നാരായണൻ, വയോജനവേദി കൺവീനർ ഡോക്ടർ K അച്യുത പണിക്കർ, ബാലവേദി കൺവീനർ MR കേശവക്കുറുപ്പ്, ഗീതാ മേനോൻ, വനിതാവേദി ജോയിന്റ് കൺവീനർ അജിത ജയചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ഗ്രന്ഥശാല സെക്രട്ടറി T സുരേഷ് ബാബു ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. യോഗത്തെ തുടർന്ന് വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ MLA ചടങ്ങിൽ അനുമോദിച്ചു. പുന്നപ്രയുടെ മിന്നും താരങ്ങളെ വാർത്തെടുക്കാനായി സിവിൽ സർവീസ് പരിശീലന പരിപാടിക്ക് തുടക്കമായി. അമ്പലപ്പുഴ MLA ചുസല ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പുന്നപ്രയുടെ മിന്നും താരങ്ങളെ വാർത്തെടുക്കാനായി സിവിൽ സർവീസ് പരിശീലന പരിപാടിക്ക് തുടക്കമായി. പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മിന്നും താരം എന്ന പ്രോജക്റ്റിന്റെ ഭാഗമായിട്ടാണ് 5 വർഷം നീണ്ടു നിൽക്കുന്ന ചിട്ടയായ പരിശീലനം കുട്ടികൾക്ക് നൽകുന്നത്.
സംസ്ഥാനത്തു തന്നെ മാതൃകയാകുന്ന പദ്ധതിക്ക് പുന്നപ്ര തെക്ക് പഞ്ചായത്താണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. സാധാരണക്കാരായ വിദ്യാർത്ഥികൾ പഠിക്കുന്ന പുന്നപ്ര CYMA ഗവൺമെന്റ് UP സ്കൂൾ, അറവുകാട്, പുന്നപ്ര NSS UPS എന്നീ സ്കൂളുകളിലെ 7 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിലെ 90% മാർക്ക് വാങ്ങിയ 70ഓളം കുട്ടികൾക്കാണ് സൗജന്യ പരിശീലനം നൽകുന്നത്. ചേർത്തല കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സിവിൽ സർവീസ് അക്കാദമിയാണ് പരിശീലനം നൽകുന്നത്. സലാം MLA പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. അവിടുത്തെ അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കാൻ, സ്കൂളിലെ പഠനാന്തരീക്ഷം മെച്ചപ്പെടുത്താൻ, കുഞ്ഞുങ്ങൾക്ക് സൗഹാർദ്ദപരമായ ഒരു അധ്യയന അന്തരീക്ഷം ഉണ്ടാക്കാൻ എല്ലാം ഭാഗമാവുന്ന ധാരാളം സ്കീമുകൾ ആവിഷ്കരിക്കപ്പെട്ടു. അതൊരു പരമ്പരാഗതമായി ചെയ്യുന്ന രീതിക്ക് അപ്പുറമായ ചില ആശയങ്ങളും ആ ആശയങ്ങളെ പദ്ധതികളാക്കി മാറ്റിയിട്ടാണ് ഈ പഞ്ചായത്ത് മുന്നോട്ട് പോയിട്ടുള്ളത്. അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ആ നേട്ടത്തിലേക്ക് പഞ്ചായത്തിനെ എത്തിക്കാൻ നിശ്ചയമായും കഴിഞ്ഞത്. ഇപ്പോൾ നമ്മൾ ആരംഭിക്കുന്ന മിന്നും താരങ്ങൾ എന്ന ഈ പദ്ധതി IAS കോച്ചിങ്ങിലേക്ക് നമ്മുടെ കൊച്ചുകുട്ടികളെ പ്രാഥമികമായി അവരെ പ്രാപ്തരാക്കാൻ വേണ്ടിയുള്ള വളരെ പ്രധാനപ്പെട്ടൊരു സ്കീമാണ്. അതിവിടെ പറഞ്ഞു പഞ്ചായത്തിന് പണം മാറ്റിവെക്കാൻ പറ്റുന്ന പദ്ധതി കാലയളവിലേക്കാണ്. സ്വാഭാവികമായിട്ട് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് ഭാവിയിൽ. പരിശീലന പരിപാടിയുടെ ഭാഗമായി SC വിദ്യാർത്ഥികൾക്കുള്ള ലാപ്ടോപ്പുകളും MLA ചടങ്ങിൽ വിതരണം ചെയ്തു. പുന്നപ്ര ഗവൺമെന്റ് JB സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് PG സൈറസ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് സുധർമ്മ ഭുവനചന്ദ്രൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ NK ബിജുമോൻ, സുലഭ ഷാജി, മറ്റ് ജനപ്രതിനിധികൾ, ഇംപ്ലിമെന്റിംഗ് ഓഫീസർ ലിൻസി തോമസ്, ദാസിസ് അക്കാദമി ചെയർമാൻ UB സോമൻ, പ്രതിനിധികളായ PS ശ്രീറാം, TM മനീഷ്, ഡോക്ടർ മേഘ പ്രദീപ് എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി RR സൗമ്യ റാണി ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. വിജ്ഞാന കേരളം തൊഴിൽ മേളയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ മെഗാ ജോബ് എക്സ്പോ ഫെബ്രുവരി 15 ആലപ്പുഴയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം പറഞ്ഞത്. വിജ്ഞാന കേരളം തൊഴിൽ മേളയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ മെഗാ ജോബ് എക്സ്പോ ഫെബ്രുവരി 15 ആലപ്പുഴയിൽ നടക്കുമെന്ന് ഡോക്ടർ TM തോമസ് ഐസക് പറഞ്ഞു. ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന്റെയും ജില്ലയിലെ മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സംയുക്ത പ്രോജക്ടിന്റെ ഭാഗമായിട്ടാണ് മെഗാ ജോബ് എക്സ്പോ സംഘടിപ്പിക്കുന്നത്. SD കോളേജ്, SDV കോളേജ്, യൂണിവേഴ്സിറ്റി ഇൻഫർമേഷൻ സെന്റർ, ഗവൺമെന്റ് UP സ്കൂൾ, കളർകോട് എന്നിവയാണ് എക്സ്പോ വേദികൾ. 14-ാം തീയതി പൂർണ്ണമായും ഓൺലൈൻ ഇന്റർവ്യൂകൾക്കാണ് നീക്കിവച്ചിട്ടുള്ളത്. ആലപ്പുഴയിൽ എത്തിച്ചേരാൻ കഴിയാത്ത ഉദ്യോഗാർത്ഥികൾക്ക് എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിൽ നിന്നും ഓൺലൈൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്നതിനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 15-ാം തീയതി ശനിയാഴ്ചയാണ് 100ഓളം തൊഴിൽദാതകരുമായിട്ടുള്ള നേരിട്ടുള്ള അഭിമുഖം നടത്തുന്നത്. മൊത്തം 4,37,522 തൊഴിലവസരങ്ങളാണ് ഈ മെഗാ ജോബ് എക്സ്പോയിൽ ഒരുക്കിയിട്ടുള്ളത്. ഇവയിൽ 1.25 ലക്ഷം തൊഴിലുകൾ ഇന്ത്യ സർക്കാരിന്റെ ഇന്റേൺഷിപ്പ്, അപ്രന്റീസ്ഷിപ്പ് സ്കീമുകളിലുള്ളതാണ്. 2,80,463 തൊഴിലുകൾ ലിങ്ക്ഡിൻ, ഫൗണ്ടിഡ്, ഹമാര തുടങ്ങിയ ഏജൻസികളുടെ 5 ലക്ഷം രൂപ വാർഷിക വരുമാനമുള്ള തൊഴിലുകളാണ്. ഈ തൊഴിലവസരങ്ങൾ കൂടുതൽ ഓൺലൈൻ ഇന്റർവ്യൂ വഴിയാണ് തിരഞ്ഞെടുക്കുന്നത്. തൊഴിലിന് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം DWMS പോർട്ടൽ രജിസ്റ്റർ ചെയ്യണം. knowledgemission.kerala.gov.in എന്നതാണ് ലിങ്ക്. TM തോമസ് ഐസക്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് R റിയാസ്, ഷിബു ഡാനി, ദേവദാസ്, പ്രിൻസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. തൊഴിൽ മേളയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ മെഗാ ജോബ് എക്സ്പോ ഫെബ്രുവരി 15 ആലപ്പുഴയിൽ നടക്കാൻ പോയി. ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിൻ്റെയും ജില്ലയിലെ മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സംയുക്ത പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ടാണ് ഈ ജോബ് എക്സ്പോ സംഘടിപ്പിക്കുന്നത്. SD കോളേജ്, SDV കോളേജ്, യൂണിവേഴ്സിറ്റി ഇൻഫർമേഷൻ സെൻറ്റർ, ഗവൺമെൻറ് UPS കളർകോട് എന്നീ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായിരിക്കും മെഗാ ജോബ് എക്സ്പോയിൻ്റെ വേദികൾ. 15-ാം തീയതിയാണ് ജോബ് എക്സ്പോ എങ്കിലും 14-ാം തീയതി ആയിരിക്കും. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നടത്തിയ ചരിത്രപ്രസിദ്ധമായ 12 കളഭ മഹോത്സവത്തിന് സമാപനമായി. അമ്പലപ്പുഴ MLA സലാം സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നടന്ന ചരിത്രപ്രസിദ്ധമായ 12 കളഭ മഹോത്സവത്തിന് സമാപനമായി. കളഭ മഹോത്സവത്തോടൊപ്പം സംഘടിപ്പിച്ചു വന്ന ശങ്കരനാരായണ കലോത്സവം, സംഗീതോത്സവം എന്നിവയ്ക്കും സമാപനമായി.
സമാപന സമ്മേളനം എച്ച് സലാം MLA ഉദ്ഘാടനം ചെയ്തു. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം പതിറ്റാണ്ടുകളായി നിലകൊള്ളുന്നത് ഒരു നാടിൻ്റെ സമാധാനപൂർണമായ ഒരു സഞ്ചാരത്തിന്, ഒരു ജനതയുടെ ആത്മീയമായ തലം വളരെയേറെ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു കാര്യമാണ്. ശരിയായ ഒരു ആത്മീയമായ തലം ഒരിക്കലും ഒരു അസഹിഷ്ണുതയോ വിദ്വേഷമോ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുകയില്ല. മനുഷ്യൻ കൂടുതൽ നന്മയിലേക്ക് സഞ്ചരിക്കാനുള്ള വഴി മാത്രമാണ് നിശ്ചയമായും ആ ആത്മീയമായ തലങ്ങൾ സമൂഹത്തിലേക്ക് പ്രദാനം ചെയ്യപ്പെടുന്നത്. അമ്പലപ്പുഴ എന്ന നാട് നമ്മളെല്ലാം പുറത്തു പോയി സംസാരിക്കുമ്പോൾ MLA എന്ന നിലയ്ക്ക് ഞാൻ പുറത്ത് അമ്പലപ്പുഴ MLA ആണ് എന്ന് പറഞ്ഞാൽ കേൾക്കുന്ന ഓരോ മനുഷ്യന്റെയും മനസ്സിൽ അമ്പലപ്പുഴ ക്ഷേത്രം കടന്നു വരും. ചരിത്രപരമായ ഈ നാടിൻ്റെയും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സംസ്കാരത്തിൻ്റെയും ഓരോരോ കാര്യങ്ങളും അമ്പലപ്പുഴ പാൽപായസം ഉൾപ്പെടെ എല്ലാം ഈ ഓരോന്നോരോന്നായിട്ട് കടന്നു വരും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS പ്രശാന്ത് ചടങ്ങിൽ അധ്യക്ഷനായി. ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് അജിത് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് അംഗം സുഷമ രാജീവ്, സ്പെഷ്യൽ ഓഫീസർ PN ഗണേശൻ പോറ്റി, അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർ S വിമൽകുമാർ, ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ B ജയലക്ഷ്മി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വർഗീയത ജനാധിപത്യത്തിന്റെ തോളിലേറി ഘോഷയാത്ര നടത്തുമ്പോൾ ഭരണഘടന വിഭാവനം ചെയ്യുന്ന സ്നേഹത്തെയും സഹോദര്യത്തെയും എങ്ങനെ കണ്ടെടുക്കാൻ കഴിയുമെന്ന് ചിന്തിക്കണമെന്ന് മന്ത്രി P പ്രസാദ് അഭിപ്രായപ്പെട്ടു. 76ാമത് റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടിയിൽ അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും സംരക്ഷണവും വിദ്യാഭ്യാസ പ്രോത്സാഹനവും ലക്ഷ്യമാക്കി രാജ്യത്ത് നടപ്പാക്കുന്ന ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിയുടെ 10ാം വാർഷികാഘോഷം സമുചിതമായി ആഘോഷിച്ചു. ആലപ്പുഴ കൈതവന ജയ്ഹിന്ദ് ലൈബ്രറി സംഘടിപ്പിച്ച MT അനുസ്മരണവും എച്ച് സലാം MLA പ്രത്യേക വികസന ഫണ്ടിൽ അനുവദിച്ച LCD പ്രൊജക്ടറിന്റെ സ്വിച്ച് ഓൺ കർമ്മ ചടങ്ങും നടത്തി. പുന്നപ്രയുടെ മിന്നും താരങ്ങളെ വാർത്തെടുക്കാനായി സിവിൽ സർവീസ് പരിശീലന പരിപാടിക്ക് തുടക്കമായി. അമ്പലപ്പുഴ MLA എച്ച് സലാം പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വിജ്ഞാന കേരളം തൊഴിൽ മേളയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ മെഗാ ജോബ് എക്സ്പോ ഫെബ്രുവരി 15 ആലപ്പുഴയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നടത്തിയ ചരിത്ര പ്രസിദ്ധമായ 12 കളഭ മഹോത്സവത്തിന് സമാപനമായി. അമ്പലപ്പുഴ MLA എച്ച് സലാം സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.